ഹായ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് അങ്ങ് തുടങ്ങിയാലോ? ഞാനിത് കുടിക്കാൻ എന്നും മറക്കും. എപ്പോഴും വിചാരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണമെന്നേ. പക്ഷേ ഇന്ന് മറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്ന കുറച്ച് മരച്ചീനിയാണ് കേട്ടോ. ഇത് കിട്ടിയ പാടെ അമ്മ പറഞ്ഞു നമുക്ക് കോഴിക്കറിയും മരച്ചീനി വേവിച്ചതും ആക്കാമെന്ന്. ആയിക്കോട്ടെ, അഭിപ്രായം ഞാനങ്ങ് ശരിവെച്ചു കൊടുത്തു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അമ്മയെ കാണുന്നില്ല കേട്ടോ. നോക്കി വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ സൈഡിലോട്ട് മാറി ഒരു ചെറിയ ചുണ്ടച്ചെടി നിൽപ്പുണ്ട്. അത് നിറയെ കായാണേ. എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. ഇതിൻ്റെ മണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് എങ്ങനെയും വെച്ചുണ്ടാക്കാം, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ബുദ്ധിമുട്ടുള്ളൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാലേ ഞാൻ പറയാവേ. നമ്മുടെ ഈ ചുണ്ടച്ചെടി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ ചുണ്ടയ്ക്ക് പറിച്ചെടുക്കുന്നതാണ് കേട്ടോ വലിയൊരു കാര്യം. കാരണം ഈ ഭംഗിയൊന്നുമല്ല, ചെറിയ ചെറിയ ഇലകളിലൊക്കെ പുഴുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിറയെ മുള്ളാണ്, കയ്യിൽ മൊത്തം കൊള്ളും. അപ്പോൾ ഇത് പറിച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യമൊക്കെ ഏകദേശം പെട്ടെന്ന് നടക്കും. കല്ലിലൊക്കെ ചതച്ചെടുക്കണം, പിന്നെ അത് കഴുകി വൃത്തിയാക്കി എടുക്കണം, ചതച്ചിട്ട് തോരൻ വെക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരിടം വരെ പോവുകയാണ് രാവിലെ കേട്ടോ. എൻ്റെ മീനാക്ഷി അമ്മയ്ക്കും കല്യാണി അമ്മയ്ക്കും ഇഞ്ചക്ഷൻ എടുക്കണം. മീനക്കുട്ടിക്ക് 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷനും കല്യാണിക്കുട്ടിക്ക് 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷനും. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ അമ്മ അത് കൊണ്ടുവന്ന് കല്ലിലൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് വിരവി അത് ഞെരടി കഴുകിയെടുക്കണം. ഇത് ഇച്ചിരി മുറ്റിപ്പോയതുകൊണ്ടാണ് കേട്ടോ. ഇല്ലായിരുന്നുണ്ടെങ്കിലേ ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ വന്നിട്ടുണ്ട്. ബുധനാഴ്ച ദിവസമാണല്ലോ സാധാരണ കുത്തിവയ്പ്പ്. ഒരുപാട് കുഞ്ഞുവാവുകളൊക്കെ ഉണ്ടായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മീനക്കുട്ടി കുത്തിവയ്പ്പ് എടുക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണേ. നല്ല വേദന ഉണ്ടാവുമോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി മോൾക്ക് എടുത്തില്ല കേട്ടോ. കാരണം അവൾക്ക് 5 വയസ്സ് പൂർത്തിയാവണമെങ്കിൽ ഈ ഒക്ടോബർ 30-ാം തീയതി കഴിയണം. എന്നിട്ട് വന്ന് എടുത്താൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീൻ കടയിൽ വന്നു കുറച്ച് തീറ്റി മേടിക്കാനായിട്ട്. ഇതാ ഈ മീനൊക്കെ നമ്മൾ തന്നെ നോക്കുന്ന പോലെ തോന്നി കേട്ടോ. അവിടെ ചെന്നപ്പോഴേ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനുകളെ വളർത്താനായിട്ട്. പക്ഷെ നമ്മൾ മേടിച്ച് വീട്ടിൽ ബോളിൽ കൊണ്ടിട്ട് കഴിയുമ്പോഴുണ്ടല്ലോ എങ്ങനെയായാലും 2-3 ദിവസം കഴിയുമ്പോൾ ചത്തുപോകും. കുറേ ദിവസം നിൽക്കുന്ന മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചത്തുപോകുമ്പോഴും മനസ്സിനൊരു വല്ലാത്ത സങ്കടമാണ്. നല്ല രസമുള്ള കുഞ്ഞു മീനുകൾ ഒത്തിരി ഉണ്ടായിരുന്നേ. വില എത്രയാണെന്ന് ചോദിച്ചപ്പം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെ ഭാഗത്തോടൊന്നും പോയില്ല. ഇത് മുഷീൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ തോന്നി കേട്ടോ. അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് 2-3 ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തീറ്റി മേടിക്കാനാണ് ഞങ്ങൾ അവിടെ പോയത്. തിരിച്ച് വന്നപ്പോൾ അമ്മ പറഞ്ഞ പോലെ നമ്മൾ കോഴിയിറച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാല് പതിവ് പോലെ മുറിക്കാണ്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം കാലാണ് കേട്ടോ. മീനക്കുട്ടിക്കും കല്യാണിക്കുട്ടിക്കും കരളാണ്. അമ്മയ്ക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ഏത് പീസായാലും മതി. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ഞങ്ങൾ വേവിക്കാൻ വെച്ച ചീനി ഉണ്ടല്ലോ, മരച്ചീനി, അത് നല്ല വേവുള്ള ചീനിയൊന്നും ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളൊന്ന് തോരനാക്കാമെന്ന് വെച്ചു. അമ്മ അത് വേവിച്ചിട്ട് നമ്മുടെ അരപ്പൊക്കെ അതിനകത്ത് ചതച്ചിട്ട് കേട്ടോ. നമ്മുടെ കാന്താരിമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ തേങ്ങയും കൂടി ചതച്ച് കരിവേപ്പിലയും കൂടി ചതച്ച് അതിനകത്തിട്ട് കുഴച്ചെടുക്കാനൊന്നും പറ്റുന്ന പരുവം ആയിരുന്നില്ല കേട്ടോ. ഒരുമാതിരി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പട്ടാണിക്കടലയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പട്ടാണിക്കടല. കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരും കൈയിട്ട് വാരി തീറ്റി തുടങ്ങി കേട്ടോ. പിന്നെ ഞാനതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇങ്ങനെ വാരിയിട്ട് സേഫാക്കി വെച്ചു. ഇല്ലെങ്കിൽ ഒരെണ്ണം പോലും കിട്ടത്തില്ല. അപ്പോൾ ഇതിനിടയ്ക്കൂടെ നമ്മൾ ചീനിയൊക്കെ ഇളക്കി ചിക്കൻ കറിയൊക്കെ വെക്കാൻ പോയി കേട്ടോ. അപ്പോൾ അമ്മ ചീനി ഇളക്കിയപ്പം കുഞ്ഞിപ്പൂവിന് ഭയങ്കര സങ്കടം. എന്തോ പറഞ്ഞ് 2 പേരുടെ വഴക്കുണ്ടായിട്ട് അമ്മ എടുക്കാൻ വന്നിരിക്കുകയാണേ. പിന്നെ അമ്മ ചിക്കൻ കറി വെക്കാനൊക്കെ പോയി. ഉള്ളിയൊക്കെ പൊളിച്ച് കറിയൊക്കെ റെഡിയാക്കാൻ പോയി. കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിപ്പൂവിനെ സമാധാനിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് മുറ്റത്തുണ്ടല്ലോ ഈ കളർ ബൾബ് ഒന്ന് കത്തിച്ചിടുവേ. കുറേ സമയം കഴിഞ്ഞിട്ട് ഞാനത് ചെന്ന് അണച്ചിട്ട് നമ്മുടെ മുറ്റത്ത് ടോപ്പ് ലൈറ്റിൻ്റെ വെട്ടം ഇട്ടു. അപ്പോഴത്തേക്കിന് കരഞ്ഞുകൊണ്ട് കുഞ്ഞപ്പൂ പെട്ടെന്ന് ഓടി വന്നു കേട്ടോ ചിരിച്ചുകൊണ്ട്. പിന്നെ കുഞ്ഞപ്പൂവിനെ എടുത്തുകൊണ്ട് കുറേ സമയം അവിടെയൊക്കെ നടന്നു. ഇതിനിടയിൽ അമ്മ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം ഇങ്ങനെ തോളത്തെടുത്തുകൊണ്ട് നടന്നില്ലെന്നുണ്ടെങ്കിലേ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ അമ്മ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ച സമയത്ത് നമ്മൾ ചിക്കനൊക്കെ ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു. എന്തായാലും അമ്മ കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തോട്ട് പോയില്ല കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കിന് ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റിയിട്ട് നമ്മുടെ ചിക്കനൊക്കെ തട്ടിയിട്ട് വേവിക്കാനൊക്കെ ആയിട്ട് വെച്ചില്ല, വെക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഏകദേശം ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചീനിത്തോരൻ പോലെ ആയിട്ടുണ്ട്. ചീനിത്തോരനും ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ഒരു ലൈക്കൊക്കെ ചെയ്യണേ. ടാറ്റാ.